ഓ നമ്മളെടുക്കാൻ പോണേ പറയും അങ്ങനല്ല പ്ലീസ് ഏത് പറമ്പ് കയറി എന്നാ കേറും ഏത് പറമ്പൊക്കെ പറഞ്ഞാ മതി വീഡിയോയിൽ ഒരു വ്ളോഗർ രോധന ആർക്കും മനസ്സിലാവും. ഇപ്പൊ ഇതിന്റെ ഒക്കെ ഒരു വേദന അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഒരു വ്ളോഗറായിട്ട് ജനിക്കണം. ഇപ്പൊ നമ്മളെ എടുക്കാന്നല്ലേ നമ്മൾ പൊന്നാങ്കത്ത് പറമ്പ് പോവുക അച്ഛൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകും. അതുകൊണ്ട് തന്നെ വയ്യ നന്നായിട്ട് അറിയാം. എന്തറിയോ സ്വന്തം ഉപ്പാന്റെ പറമ്പറിയാത്ത മകൻ എന്ത് ചെയ്യാനാ ഇപ്പൊ ആച്ചിനെ പോക്കി എങ്ങട്ടാന്നുള്ളത് ചെക്കനും പിടി കിട്ടി. 3-4 തവണ വഴി തെറ്റിയാൽ എന്താ കറക്റ്റ് സ്പോട്ടിൽ ഇപ്പൊ നമ്മൾ എത്തി. നമ്മൾ പറമ്പൊക്കെ കയറുന്നതിന്റെ സൈഡ് കൂടി ഒരു ചെറിയൊരു അരിവുണ്ട്. ഞാൻ 2-3 വർഷങ്ങൾക്ക് മുന്നേ അടക്ക വെറുക്കാൻ വന്നിട്ട് അന്ന് ഞാൻ വിചാരിച്ചതാ എന്തെങ്കിലും ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ഥലം കാണിച്ചു തരുന്നത്. അതിനിപ്പോ എന്താ വിചാരിച്ചപ്പോൾ ആ ദിവസവും നമുക്ക് വന്നെത്തി. ഞങ്ങൾക്ക് ഇവിടുത്തെ കുറച്ച് സുന്ദരമായിട്ടുള്ള ഹരിതാപകരമായിട്ടുള്ള വെള്ളച്ചാട്ടം കാണിച്ചു. പിന്നെ ഞങ്ങളുടെ കാലെടുത്ത് വെച്ചതേ ഓർമ്മയുള്ളൂ. ചേരട്ടനെ കണ്ട് തിരിച്ചിങ്ങട്ടനെ ചാടി ഇങ്ങോട്ട് നോക്കി ഞങ്ങളുടെ രണ്ടാമത്തെ ഒരേ ചേരും. ഇതൊരു മലയോര മേഖലയാണ്. അതുകൊണ്ട് തന്നെ മലവെള്ളം വന്നാലോ അതുകൊണ്ട് തന്നെ വെള്ളത്തിലിറങ്ങി കുറെ കളിക്കാനോ കുളിക്കാനോ ഒന്നും നിന്നില്ല. കമ്പ് അവിടെ ഉള്ളതും കൊണ്ട് കുഴപ്പമില്ല. കാരണം ഞങ്ങൾ അവിടെ നിന്നിട്ട് തന്നെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നടക്കി. ഇവിടെ കയറി ഇരുന്നപ്പോൾ എനിക്ക് എന്താ പറയാൻ തോന്നിയാലും കാലിക്കറ്റിൽ തന്നെ അധികം ആരും അറിയപ്പെടാത്തൊരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്താണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ട് വന്നിട്ട് എല്ലാവർക്കും കളിക്കാനും കുളിക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ്. കളിച്ച് ജിത്തു ചെരുപ്പ് അങ്ങോട്ട് പോക്കി പോകുന്ന സമാധാനം. തിരിച്ച് അങ്ങോട്ട് പോലും അങ്ങോട്ട് തന്നെ വരും എന്ന് പറഞ്ഞപ്പോൾ ചെക്കന് കാത്തുക്കളുടെ ക്ഷമയില്ല. ഇനിയിപ്പോ എന്താ കൂടുതൽ പറയാനൊന്നും ഒക്കെ എന്റെ ഇഷ്ടം പോലെ. എനിവേ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറണ്ടോ എന്നൊരു ഡൗട്ട് നമ്മൾ മെയിനായിട്ട് വിചാരിക്കുന്നത് ഇവിടെ ഒരു ഏറുമാട് അങ്ങോട്ട് കിട്ടിയാലോ. ആച്ചി പറഞ്ഞത് കെട്ടങ്ങൾ ഞെട്ടു. ഇപ്പൊ നമുക്ക് കെട്ടാൻ സമയമില്ല. ഇപ്പൊ പോയിട്ട് വേറെ പണിയുണ്ട്. എന്തായി ആ പ്ലാൻ അവിടെ അങ്ങോട്ട് പൊളിഞ്ഞ്. ഇപ്പൊ ആകെ മൊത്തം 3 ചെക്കന്മാരുണ്ട്. 3 ചെക്കന്മാർക്ക് ചൂടിനൊരു കുറവില്ല. അതുകൊണ്ട് നോല് വെട്ടി തെളിച്ചിന വൈക്കൂടി വേണം നമുക്ക് ഇപ്പം പോവാൻ. ഇതൊക്കെ കണ്ട് ഫോട്ടോ എടുക്കാം. ഓ എത്തപ്പോ എന്റെ ഒരു നോട്ടം. ആരും പേടിച്ചിട്ട് അത് നമ്മൾ പിടിച്ച് കടിച്ചൊന്നുമില്ല. അങ്ങനെ അവിടുത്തെ സന്ദർശനം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയാണ്. ഇല്ല ആരും കണ്ടിട്ടില്ല. എണീച്ച് പോയിക്കോന്ന് പറഞ്ഞപ്പോ ചെക്കൻ നീച്ചയായിട്ട് വെള്ളത്തിൽ പോയിരിക്കണം. ആ നിരങ്ങിയൊന്ന് വീണപ്പോ ചെറുതായിട്ടൊന്ന് ചെളിയായി. അത് കഴിക്കുന്ന ഒരു മെത്തേഡാണ് ഇപ്പം കാണുന്നത്. നമ്മൾ ചെക്കനായിട്ട് പറയില്ല ഒരു ബുദ്ധിമാൻ തന്നെ. അച്ഛനെ കണ്ണാർക്കാൻ വേണ്ടത് നമുക്ക് ഏതെങ്കിലും ഒരു കണ്ണിട്ടിയാൽ മതി. അതും നമുക്ക് ചെക്കൻ്റെ തന്നെ കിട്ടി. പിന്നെ ഇതൊക്കെ ആദ്യമായിട്ട് എന്നാലും ചെക്കൻ എന്തായാലും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന് മുന്നേ നമ്മൾ വേറൊരു മല കയറിയിട്ടുണ്ടായി. അന്ന് റബ്ബർ വെട്ടാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ വേറൊരു മല ഉണ്ട്. നമ്മൾ മലകളിലേക്കുള്ള യാത്രകൾ അങ്ങോട്ട് അവസാനിപ്പിക്കും. ഇൻഷാല്ലാ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയും ബൈ.